കുഴിനിലം പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയതായി ചാർജ് എടുക്കാൻ വന്നതായിരുന്നു SI വിജയ്. അവിടെ എത്തിയ ശേഷം കൃഷ്ണൻ എന്ന് പറയുന്ന പോലീസുകാരൻ അവിടെയുള്ള പോലീസുകാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരിയായിരുന്ന വിദ്യയ്ക്ക് വിജയിയോട് ഒരു ക്രഷുമടിക്കുന്നു. പിന്നെ വിജയ് DYSP അലക്സിന്റെ അടുത്ത് പോയി ഒഫീഷ്യലി ജോയിൻ ചെയ്യുന്നു. പിന്നീട് ആ നാട് കാണിക്കാൻ അവർ വിജയിയെക്കൊണ്ട് പുറത്തുപോകുന്നു. കൂടെ ലീവിലുണ്ടായിരുന്ന ആനന്ദിനെയും പോയി കാണുന്നു. അടുത്ത ദിവസം കരാട്ട പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യയെ കണ്ട് വിജയും ഒന്ന് ഇംപ്രസ് ആകുന്നു. അങ്ങനെയിരിക്കെ റെജി എന്ന ഒരാളുടെ പറമ്പിൽ നിന്നും ഒരു കൈ കണ്ടെത്തുന്നു. ആ പറമ്പിൽ നിന്നും ഒരു ബോഡി കിട്ടുന്നു. അത് കണ്ടതും വിജയ് കുറച്ച് ടെൻഷനിലാകുന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അത് 30 മുതൽ 35 വരെ വയസ്സുപ്രായമുള്ള പുരുഷന്റെ ശരീരമാണ് എന്ന് തിരിച്ചറിയുന്നു. മരണകാരണം കമ്പികൊണ്ട് തലയിൽ അടിച്ചതായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഫിനാൻസ് കമ്പനിയായ ആനമല ഫിനാൻസിൽ ഒരു മോഷണം നടക്കുന്നു. സെക്യൂരിറ്റിയെ 3 പേർ ചേർന്ന് മയക്കി CCTV സ്പ്രേ ചെയ്ത് ബാക്കിലുള്ള ജനൽ വഴി ഒരു ലോക്കർ മാത്രമാണ് മോഷണം പോയിരിക്കുന്നത്. ഇതറിഞ്ഞ നാട്ടുകാർ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി ജീപ്പിൽ കയറാൻ പോയ വിജയ് കൂട്ടത്തിൽ ഒരാൾ അവനെ നോക്കുന്നതായി ശ്രദ്ധിക്കുന്നു. എന്നാൽ പിന്നെ അയാളെ കാണുന്നില്ലായിരുന്നു. പിന്നെ സ്റ്റേഷനിലെത്തുന്ന ഫിനാൻസ് ഓണറായ ഷാജി ഈ അടുത്ത് മനോജ് എന്ന് പറയുന്ന ഒരാൾ അവരുടെ ഫിനാൻസിൽ വന്നു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും വിജയ് മനോജിന്റെ വീട്ടിൽ പോകുകയും ചെയ്യുന്നു. അവിടെ വെച്ച് കഴിഞ്ഞ 16-ന് മനോജ് ഇവിടെ നിന്ന് പോയതാണെന്നും പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും അയാളുടെ ഭാര്യ പറയുന്നു. പിന്നെ അവിടുന്നിറങ്ങിയ അവർ ആനമല ഫിനാൻസ് കാരണം സൂയിസൈഡ് ചെയ്ത മധുവിനെപ്പറ്റി അറിയുന്നു. അയാളുടെ ഇളയ മകനെ അത് കഴിഞ്ഞ് പിന്നെ ആരും കണ്ടിട്ടില്ല എന്നും മൂത്ത മകൻ കുറച്ച് പ്രശ്നക്കാരൻ ആണ് എന്നും അറിയുന്ന അവർ അവിടെ പോയി അന്വേഷിക്കുന്നു. അവിടെ വെച്ച് ഫിനാൻസിൽ വെച്ച് അവനെ നോക്കി നിന്ന ആളാണ് അവരുടെ മൂത്ത മോൻ എന്ന് വിജയ് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ ഇതെല്ലാം ഒരേപോലെ അന്വേഷിക്കുന്നു. ഇതിനിടയ്ക്ക് അടുത്ത് ഉള്ള പാലത്തിന് താഴെ ഒരു ബോഡി കൂടെ കണ്ടെത്തുന്നു. അതിന്റെ പോസ്റ്റ്മോർട്ടവും ആദ്യത്തെ ബോഡിയുടെ പോലെ സെയിം ആയിരുന്നു. അങ്ങനെ വിജയ്ക്ക് ഈ 2 കൊലപാതകവും ബാങ്ക് റോബറിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് മനസ്സിലാകുന്നു. പിന്നെ നൈറ്റ് പട്രോളിൽ നിൽക്കുന്നവർക്ക് മക്കമല ഭാഗത്ത് ഒരാൾ ഒരു ബോഡിയും കൊണ്ടുപോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അങ്ങനെ അവിടെ എത്തിയ അവർ ആ ബോഡി കണ്ടെത്തുന്നു. എന്നാൽ വിജയിയെ അവിടെ വെച്ച് ആരോ തലയ്ക്കടിക്കുന്നു. പിന്നീട് ആ ബോഡി വെച്ച് അന്വേഷിച്ച് അവർ അവിടെ അടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ പണിക്ക് വന്ന 4 തമിഴന്മാരിലൊരാളായ മണികണ്ഠന്റെ ബോഡിയാണത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അവരുടെ വീട് മുഴുവൻ തപ്പുന്നു. അവിടുന്ന് ഫിനാൻസിന്റെ ഒരു റെസീപ്റ്റും ഇവർക്ക് കിട്ടുന്നു. അത് വെച്ച് വിജയ് ഇത് ഇവർ തന്നെ ചെയ്തത് ആണ് എന്ന് കണ്ടെത്തുന്നു. പിന്നെ അവർ ബാക്കി 2 ബോഡികളും ഐഡന്റിഫൈ ചെയ്യുന്നു. ആദ്യത്തേത് അൻപും രണ്ടാമത്തേത് അരുളുമായിരുന്നു. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന കുമാറാണ് ഇവരെ കൊന്നത് എന്ന് അവർ ഉറപ്പിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് സനീഷ് ഫിനാൻസ് ഓണർ ഷാജിയെ ആക്രമിക്കുന്നു. എന്നാൽ അവനെ അവർ പിടിക്കുന്നുവെങ്കിലും അവനല്ല ആ തമിഴന്മാരെ കൊന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നെ അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന മനോജ് നാട്ടിലെത്തി എന്ന വിവരം അറിഞ്ഞ അവർ അങ്ങോട്ട് പോകുന്നു. എന്നാൽ അയാൾക്കും ഇതിൽ ബന്ധമില്ല എന്നറിയുന്നു. അങ്ങനെയിരിക്കെ അവിടെ അടുത്ത് ഒരു തട്ടുകടയിൽ ഒരു ലേഡി ഒരു മാല വിൽക്കാൻ വന്നതിൽ അവർക്കൊരു സംശയമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവിടെ എത്തിയ അവർ അവിടെ മുഴുവൻ അന്വേഷിക്കുന്നു. ആ ലേഡിയുടെ റിംഗ് ടോൺ ഒരു ചെണ്ട കൊട്ടുന്ന സൗണ്ടാണ് എന്നറിഞ്ഞ വിജയ് അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആനന്ദിന്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ സ്റ്റേഷനിലെത്തിയ വിജയ് അത് ചെയ്തത് ബിബീഷും ആനന്ദുമാണ് എന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ മാത്രം അല്ല, സത്യനും കൃഷ്ണനും ഇതിൽ പങ്കുണ്ട് എന്ന് വിജയ്ക്ക് മനസ്സിലാകുന്നു. ഒരു ഡ്രഗ്സ് കേസിൽ അരുൾ പിടിച്ച അവർ അവനെ അറിയാതെ കൊല്ലുന്നു. എന്നാൽ അത് പുറത്ത് അറിയാതെയിരിക്കാൻ അരുളിന്റെ കൂടെയുണ്ടായിരുന്ന ബാക്കി 3 പേരെയും ഇവർ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഫിനാൻസിൽ മോഷണം നടത്തുന്നു. എന്നാൽ ഷെയർ കാര്യത്തിൽ പ്രശ്നമുണ്ടാക്കിയ അവരെ അവർ അവിടെ ഇട്ടു കൊല്ലുന്നു. എന്നിട്ട് കുമാർ അവരെ എല്ലാം കൊന്നു എന്ന് വരുത്തി തീർക്കുന്നു. എന്നാൽ ഇത് മുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ വിജയിയെ വിദ്യ ചവിട്ടിയിടുന്നു. അങ്ങനെ അവളും ഇതിൽ ഭാഗമാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ എല്ലാം കൂടെ വിജയിയെ ആക്രമിക്കുന്നു. എന്നാൽ വിജയ് അവരെ എല്ലാവരെയും എങ്ങനെയൊക്കെയോ അടിച്ചിടുന്നു. എന്നിട്ട് നാട്ടുകാരെയും മറ്റു പോലീസുകാരെയും വിളിച്ചു വരുത്തുന്നു.